മായാത്ത പുഞ്ചിരിയും ആത്മവിശ്വാസവും തന്നെയാണ് വിജയം. പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി ഒരു ഗുരു ആരാകണം എന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വെറുതെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക മാത്രം ചെയ്യുന്നതല്ല ഒരു ഗുരുവിന്റെ ദൗത്യം. മറിച്ച് ഗുരു നിങ്ങളെ ആ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സഹായിക്കുന്നു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മാതൃകയായി കാണിക്കുന്നയാൾ കൂടിയാണ് ഗുരു. എന്നാൽ അത് ഒരു പ്രഭാഷകനാണെങ്കിലോ അദ്ദേഹം തത്വങ്ങൾ ഉത്ബോധിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഒന്നും അത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്നുമില്ല. കുട്ടിക്കാലത്ത് നാം ഓരോരുത്തരും ആർക്കെങ്കിലുമൊക്കെ ഗുരുവായി വന്നിട്ടുണ്ടാകാം. ജീവിതത്തിൽ നാം വ്യത്യസ്ത വേഷങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു അധ്യാപകനും ആയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ വേഷങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിനാണ് മൂല്യം, ഉത്തരത്തിനല്ല. ഈ ചോദ്യം എപ്പോഴും നിങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിൽ അതാണ് സന്മാർഗബോധം. നമ്മിലെ വിവേകത്തിന് ഊർജം പകരുന്നതും ഈ സന്മാർഗബോധമാണ്. ഒരു ചെറിയ കാര്യം പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുക. പറഞ്ഞതുപോലെ അയാളെ അവിശ്വസിക്കാൻ നിങ്ങളും ഉള്ളാലെ ശ്രമിക്കുക. മിക്കവർക്കും അത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. ഒരാൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സ്വതന്ത്രമായി പെരുമാറാനാകണം. ഭംഗിയായ വസ്ത്രധാരണം ചെയ്തവരോടും ഭംഗിയില്ലാതെ വസ്ത്രം ധരിച്ചവരോടും നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി ഇത്തരം വകഭേദങ്ങൾ ഒന്നും കണക്കാക്കുകയില്ല. അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു. ഇതിനു മുമ്പ് പറഞ്ഞതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരാളെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളെ അവിശ്വസിക്കുന്നു എന്ന് 100% ആത്മാർത്ഥതയോടെ ആർക്കും പറയാനാവില്ല. ഒരു തമാശയായി മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനാവൂ. എന്നാൽ ആ വാക്കുകൾ ഗൗരവമായി പറയുമ്പോൾ തമാശയായി പറയുന്നത് പോലെയുള്ള ലാഘവത്വം ഉണ്ടാവില്ല. ജീവിതം മുഴുവനും ഒരു പഠനമാണ്. എല്ലാം കൊടുക്കൽ വാങ്ങലുകൾ തന്നെ. മാന്യരായ വ്യക്തികൾ, വിവേകശാലികൾ, അവിവേകികൾ, അങ്ങനെ എല്ലാവരിലും നിന്നും നമുക്ക് പഠിക്കാൻ കഴിയും. ആദ്യം ഞാൻ ക്രൂരന്മാരെ ബഹുമാനിക്കുന്നു. കാരണം അവർ സ്വജീവിതം കൊണ്ട് വിലപ്പെട്ടതെന്തോ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. നാം ഒരാളെയും നിരസിക്കുന്നില്ല. ഇതാണ് ഭാരതീയ സംസ്കാരം. 1/2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. വിശ്വാസയോഗ്യരായ ഒരാളും നിങ്ങളുടെ ചുറ്റും ഇല്ലെന്ന് സങ്കല്പിക്കുക. ഒരാളും നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നത് എത്ര ഭയങ്കരമായ അവസ്ഥയാണ്. തീർച്ചയായും അത് നിങ്ങളെ വിഷാദരാക്കും, നിരാശരാക്കും. ചിലർക്ക് അങ്ങനെയൊരു അവസ്ഥ ചിന്തിക്കാൻ കൂടി പ്രയാസമാണ്. സ്വസ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തികച്ചും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കൂടി നിങ്ങളെ പ്രതിഷ്ഠിക്കാൻ കഴിയുമ്പോഴാണ് വികാസമുണ്ടാകുന്നത്. അപ്പോൾ ജീവിതം ആനന്ദപൂർണമാകും. ബിസിനസിന്റെ നട്ടെല്ലാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ ബിസിനസ് വിജയകരമാവില്ല. നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. ഇത് വളരെ പ്രധാനമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ആത്മവിശ്വാസക്കുറവാണ് ഇന്ന് ലോകത്ത് കാണുന്ന തൊഴിലില്ലായ്മയുടെ മുഖ്യ കാരണം. ആത്മവിശ്വാസം ആത്മീയതയിലൂടെ വീണ്ടെടുക്കാനാകും. സന്മാർഗബോധം എന്നത് സാമൂഹികമായൊരു സംഭവമല്ല. അത് അവനവനോടും മറ്റുള്ളവരോടുമുള്ള ആശയവിനിമയമാണ്. അതുകൊണ്ട് ഒരു വശത്ത് സമൂഹത്തോടും മറുവശത്ത് വ്യക്തികളോടും സന്മാർഗബോധം ഉണ്ടായിരിക്കണം. അത്യാഗ്രഹം ഉപഭോക്താവിനെയും അവനവനെയും എന്തിന് ആ കച്ചവട ഉദ്യമത്തെ പോലും നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ്
ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വത്തിലേക്കും സന്മാർഗബോധത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രധാരണം, ജീവിതരീതി, ഭക്ഷണം എന്നതിനെയെല്ലാം ആശ്രയിച്ചാണ് മതങ്ങൾ നിലകൊള്ളുന്നത്. ആത്മീയത എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടു, ജീവിതരീതി എന്താണ് എന്നതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ സാൻമാർഗികമായ ആത്മീയ ജീവിതം നിങ്ങൾക്കാവില്ല, അത് സംഭാവ്യമല്ല. അതുപോലെ ആത്മീയതയില്ലാത്ത സന്മാർഗബോധം കപടനാട്യവുമാണ്. സന്മാർഗബോധം നിങ്ങളുടെ ഓരോ നിശ്വാസത്തിലുമുണ്ട്. അത് നിങ്ങളുടെ സ്വാഭാവിക പ്രകൃതമാണ്. കത്തിച്ച ഒരു മെഴുകുതിരി പോലെ തല തിരിച്ചു പിടിച്ചാലും അതിന്റെ നാളത്തിന്റെ ഗതി മുകളിലേക്ക് തന്നെയായിരിക്കും. അതുപോലെ എന്തു ചെയ്താലും നിങ്ങളുടെ ജീവോർജം എപ്പോഴും മുകളിലേക്കായിരിക്കും. ആത്മീയ ഭാവത്തിലോ സന്മാർഗബോധത്തിലോ ആണെങ്കിൽ നിങ്ങളിൽ വിവേകമുണ്ട്. ഈ വിവേകം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാനാവില്ല. കാരണം ആത്മീയതയും സന്മാർഗബോധവും നിങ്ങളുടെ ജീവനുമായി അത്രമാത്രം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വിശാലമായ ഒരു വീക്ഷണമാണ് ബിസിനസിന്റെ ദീർഘമായ നിലനിൽപ്പിനാവശ്യം. പക്ഷേ അവിടെ തികച്ചും സത്യസന്ധരാകാൻ ആർക്കും കഴിയില്ല. പഴയ വേദഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള സ്വൽപ്പം യുക്തിയൊക്കെ ബിസിനസിന്റെ നടത്തിപ്പിന് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ കൂടുതൽ സൂത്രപ്പണികൾ ബിസിനസ്സിൽ പ്രയോഗിച്ചാൽ ഉപ്പ് കൂടുതൽ ചേർന്ന ഭക്ഷണം പോലെയാവും. അത് കഴിക്കാനാവില്ല. ദൈവിക നിയമങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അവസരവും സൗകര്യപ്രദവും ആശ്വാസപ്രദവുമാകും. അപ്പോൾ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നത് നേരിട്ട് കാണാനാവും. ഏതൊരു പ്രവൃത്തിയിൽ നിന്നും ഫലം ലഭിക്കാൻ അതിനു ചുറ്റും സ്വത്വഭാവം നിറഞ്ഞിരിക്കണം. സംസ്കൃതത്തിലെ ഒരു ചൊല്ലാണിത്. ഉയർന്ന സമ്പാദ്യശേഖരവും അതിനെ അനുഗമിക്കുന്ന വിഷാദവും അസ്വസ്ഥതയും നിറഞ്ഞ മുഖത്തേക്കാൾ മായാത്ത പുഞ്ചിരിയും ആത്മവിശ്വാസവുമാണ് ഏതൊരു ഉദ്യമത്തിന്റെയും വിജയമായി കണക്കാക്കുക.